മണ്ണാർക്കാട് എംഎൽഎയെ രൂക്ഷമായി വിമർശിച്ച് സിപിഎം ഏരിയ സെക്രട്ടറി എൻ.കെ. നാരായണൻകുട്ടി. മണ്ണാർക്കാട്ടെ ജനങ്ങൾ എംഎൽഎയെ മാറ്റിക്കുത്തണമെന്നും വിജയിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അപകടകരമാണെന്നും നാരായണൻകുട്ടി പറഞ്ഞു. മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു പലതിന്റെയും പേരിൽ വോട്ട് തട്ടിയെടുക്കാൻ, വോട്ട് ആവാഹിക്കാൻ പറ്റാവുന്ന മറ്റു മാർഗങ്ങൾ അവരുടെ കൈകളിലുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഇത്തരം വൃത്തികേടുകൾ ചെയ്യാൻ, വീണ്ടും വീണ്ടും ചെയ്യാൻ അവർ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ഈ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. എന്നാലേ നേർവഴിക്ക് വരൂ. ജനാധിപത്യം ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ, ജനപ്രതിനിധികൾ സത്യസന്ധരാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുടർച്ചയായി കുത്തിക്കൊടുക്കുന്ന രീതി അവസാനിപ്പിച്ചു പോകണം. അങ്ങനെ വന്നാൽ മാത്രമേ സർക്കാർ നൽകുന്ന കോടിക്കണക്കിന് രൂപ അതിന്റെ യഥാർത്ഥ അവകാശികളിലേക്ക് എത്തൂ എന്ന തിരിച്ചറിവാണ്, ആ യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അരിയൂർ ബാങ്കിൽ നടന്ന തെമ്മാടിത്തരത്തിൽ ഒരു ലീഗുകാരനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് നാരായണൻകുട്ടി വ്യക്തമാക്കി. പാവങ്ങളുടെ പണം മോഷ്ടിച്ചവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനവർ ഉത്തരം പറയണ്ടേ? വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ. അതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മണ്ണാർക്കാട് വരുമ്പോഴും എം.എൽ.എ സ്ഥിരമായി കിട്ടുന്ന വേദികളിലും ഉപയോഗിക്കേണ്ടത്. അവർ നടത്തിയ കൊടിയ വഞ്ചനയ്ക്കും അഴിമതിക്കും അവർ ഉത്തരം പറയണം. അവരത് പറയേണ്ടി വരും. അവര് രാജിവെച്ച് പോയത് കൊണ്ടൊന്നും രക്ഷപ്പെടില്ല. മുമ്പത്തെ പോലെയൊന്നും അല്ല, ക്രിമിനൽ നടപടി വരും. പ്രതിപക്ഷ നേതാവ് മണ്ണാർക്കാട് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നും അദ്ദേഹം ചോദിച്ചു. കൂടാതെ കുമരംപുത്തൂരിൽ നിന്ന് അലനല്ലൂരിലേക്കുള്ള റോഡുകൾ തകർന്ന നിലയിലാണെന്നും മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെ അഴിമതി നടത്താം എന്ന് തെളിയിച്ചുകൊണ്ട് ആ അഴിമതിയിലൂടെ മാത്രം യാതൊരു ആശങ്കയുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയും സമീപനവുമാണ് മണ്ണാർക്കാട് വിവിധ പഞ്ചായത്തുകളെല്ലാം UDF സ്വീകരിച്ചു പോരുന്നത്. ആരെയും പേടിയില്ലാത്ത രൂപത്തിൽ. അരിയൂർ ബാങ്കിൽ സംഭവിച്ചത് അതാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പറയാണ്, ഞങ്ങൾ രാജിവെച്ച് പോവുകയാണ്. കുറെ ആളുകൾ ഞങ്ങളോടൊന്ന് ചോദിക്കാൻ വരിക, ലീഗിന്റെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ, നിങ്ങൾ എന്തുകൊണ്ട് പിരിച്ചുവിടുന്നില്ല? നിങ്ങളുടെ കയ്യിലല്ലേ സഹകരണ വകുപ്പ്, നിങ്ങളല്ലേ കേരളം ഭരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് പിരിച്ചുവിടുന്നില്ല? ലീഗിന്റെ ആളുകൾ ചോദിക്കുക. ഇതിലെന്തോ കള്ളക്കളിയില്ലേ? അത് മതിയല്ലോ അവർക്ക്. നമ്മൾ പിരിച്ചുവിട്ടാൽ അതിന്റെ ഭാഗമായി പിറ്റേ ദിവസം ഒരു പ്രതിഷേധ പ്രകടനം നടത്തും. ഇതാണ് പിരിച്ചുവിടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഭരണസമിതി. ഇപ്പൊ പച്ചയ്ക്ക് ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളിതാ രാജിവെച്ച് പോകുന്നു. കോൺഗ്രസിന്റെ ആളുകൾ പറയുക. മണ്ണാർക്കാട് നഗരസഭ ചെയർമാൻ പെരിന്തൽമണ്ണ നഗരസഭയെ കണ്ടുപഠിക്കണമെന്നും നാരായണൻകുട്ടി ആവശ്യപ്പെട്ടു. നിങ്ങൾ നോക്കൂ, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, ഞാൻ ദീർഘമായി ഒന്നും പോകുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത നമ്മുടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 400 പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച് നൽകിയിട്ടുള്ള ഫ്ളാറ്റ് സമുച്ചയം നമ്മൾ കണ്ടത്. എങ്ങനെയാ അവര് പണിതത്? ഈ ലൈഫ് ഭവന പദ്ധതിയിൽ മുനിസിപ്പാലിറ്റിയുടെ തനത് വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ആ പെരിന്തൽമണ്ണ നഗരസഭ 400-ലേറെ പേർക്ക് മനോഹരമായ രീതിയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു. ഇപ്പൊ ഇതാ 4.25 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് വോട്ടർമാരെ ചേർത്തിക്കൊണ്ടിരിക്കുമ്പോ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വർത്തമാനം കണ്ടു, ഞങ്ങളിപ്പോ ഇതൊന്ന് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നിങ്ങൾ ആരംഭിച്ചാൽ അതിന്റെ കടലാസ് പണി പോലും നടക്കില്ല. ആ രൂപത്തിലല്ലേ കാര്യങ്ങളുടെ പോക്ക്? അതിനെക്കുറിച്ച് പറയണ്ടേ പ്രതിപക്ഷ നേതാവ്? ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരല്ലേ? CCN മണ്ണാർക്കാട്.